ചരിത്രത്തെ ഏറ്റവും മികച്ച പ്രാസംഗികരെക്കുറിച്ചോ നേതാക്കളെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആരാണ്? ഉം. പലപ്പോഴും വലിയ സ്റ്റേജ് പ്രകടനങ്ങളൊക്കെ നടത്തുന്നവരെയാവും അല്ലേ? അതെ, കൃത്യം. പക്ഷെ അവരിൽ പലരും എന്താ പറയുക, വലിയ അഹങ്കാരികളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും പകർത്താത്തവരോ ആണെന്നതാണ് ഒരു നഗ്നമായ സത്യം. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ കെണിയാണ്. നിങ്ങൾ സംസാരിക്കാൻ മിടുക്കനാണെങ്കിൽ നിങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്യുന്നതെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. തീർച്ചയായും. അപ്പോൾ ഇന്ന് നിങ്ങളെ ഈ പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വളരെ രസകരമായ ഒരു സ്രോതസ്സാണ്. കേവലം ഒരൊറ്റ വരിയിലൂടെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ആകെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ, ദിവ്യമായ ആഹ്വാനത്തിന്റെ ശ്രേഷ്ഠത എന്നാണിതിനെ നമ്മൾ വിളിക്കുന്നത്. സൂറ ഫുസ്സിലത്ത് അധ്യായം 41 33 വാക്യത്തിലെ ആ പ്രശസ്തമായ വരി. ഇതൊരു മതപരമായ ചർച്ചയല്ല എന്ന് ആദ്യം തന്നെ പറയണമല്ലോ അല്ലേ? അല്ലല്ല, തീർച്ചയായും അല്ല. മറിച്ച് മനുഷ്യന്റെ ആശയവിനിമയത്തിന്റെ അല്ലെങ്കിൽ സ്വാധീനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെക്കുറിച്ചുള്ള അസാധാരണമായ ഒരു മനഃശാസ്ത്ര പഠനമാണ് ഇവിടെ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ വാക്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചിന്തകളെ പിടിച്ചിലുക്കുന്ന ഒരു ചോദ്യത്തോടെയാണ്. ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം. തീർച്ചയായും വായിക്കൂ. ദൈവത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ തീർച്ചയായും കീഴ്പ്പെടുന്നവരിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ മികച്ച വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ആഹാ, എത്ര അർത്ഥവത്തായ വരികൾ! അതെ. പക്ഷെ ഇവിടെ എനിക്ക് ആദ്യം തന്നെ ഒരു വലിയ സംശയമുണ്ട്. നമ്മൾ ഒരാളുടെ മികച്ച സംസാരത്തെ വിലയിരുത്തുമ്പോൾ അവരുടെ ശബ്ദഗാംഭീര്യം, വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ശ്രോതാക്കളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇതൊക്കെയാണല്ലോ നോക്കാറുള്ളത്. ശരിയാണ്, നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ഈ സ്രോതസ് ആ മാനദണ്ഡങ്ങളെയെല്ലാം പൂർണ്ണമായും അവഗണിക്കുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞ ആ പരമ്പരാഗത മാനദണ്ഡങ്ങളെല്ലാം തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതായത് ഹൗ യു സ്പീക്ക്. അതെ, ശരിയാണ്. എന്നാൽ ഈ വാക്യം ആ അളവുകോൽ മാറ്റിയിട്ട് എവിടേക്ക് ക്ഷണിക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആശയവിനിമയത്തെ മികച്ചതാക്കുന്നത് വാക്കുകളുടെ വ്യാകരണമോ ഭംഗിയോ ഒന്നുമല്ല. പിന്നെന്താണ്? ആ വാക്കുകൾ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിന്റെ വലിപ്പമാണോ? കൃത്യം. ദൈവത്തിലേക്ക് ക്ഷണിക്കുക അഥവാ ഏറ്റവും ഉന്നതമായ ഒരു നന്മയിലേക്ക് മറ്റുള്ളവരെ വിളിക്കുക എന്നതാണ് ഒരു സംസാരത്തെ മികച്ചതാക്കുന്ന ആദ്യത്തെ പടി എന്ന് ഈ സ്രോതസ് പറയുന്നു. ഒരു നിമിഷം, അവിടെ എനിക്കൊരു വലിയ പ്രശ്നം തോന്നുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഇതൊരു അപകടകരമായ ആശയമല്ലേ? ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ളതും മറ്റുള്ളവരെ അടിച്ചമർത്തിയിട്ടുള്ളതും വലിയൊരു ഉന്നത ലക്ഷ്യത്തിനു വേണ്ടിയാണെന്ന് അവകാശപ്പെട്ടവരല്ലേ? അതെ അതെ, ഞാൻ ദൈവത്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നവർ. അതെ, താനാണ് ശരി, താൻ പറയുന്നതാണ് അന്തിമ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ ഒരു തരം സേവിയർ കോംപ്ലക്സ് ഉണ്ടാകില്ലേ? അങ്ങനെയുള്ള ഒരാളുടെ സംസാരം എങ്ങനെയാണ് ഏറ്റവും മികച്ചതാവുന്നത്? വളരെ മികച്ചൊരു ചോദ്യമാണത്. അവിടെയാണ് ഈ വാക്യത്തിന്റെ യഥാർത്ഥ ബുദ്ധി കിടക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഉന്നതമായൊരു കാര്യത്തിലേക്ക് വെറുതെ ആളുകളെ ക്ഷണിക്കുന്നത് മാത്രം ഒരു വ്യക്തിയെ അഹങ്കാരിയോ സ്വേച്ഛാധിപതിയോ ആക്കി മാറ്റാം. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും. വാക്കുകൾക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും അത് വെറും വാക്കുകൾ മാത്രമായി നിൽക്കുമ്പോൾ അതൊരു വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഈ വാക്യം അവിടെ നിർത്താതെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ നിബന്ധനയിലേക്ക് കടക്കുന്നത്. അതായത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത്. അതെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഓഹോ, അപ്പോൾ ഇതൊരു തരം റിയാലിറ്റി ചെക്കാണല്ലേ? അതായത് വെറുതെ വലിയ കാര്യങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. അതെ, റിയാലിറ്റി ചെക്ക് മാത്രമല്ല, അതൊരു മനഃശാസ്ത്രപരമായ ആങ്കർ കൂടിയാണ്. ഒരു വ്യക്തി വലിയ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് വായുവിൽ യാതൊരു ഭാരവുമില്ലല്ലോ. ആർക്കും എന്തും പറയാം. ശരിയാണ്, സംസാരിക്കാൻ എളുപ്പമാണല്ലോ. എന്നാൽ ആ വ്യക്തി അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ വാക്കുകൾക്ക് യഥാർത്ഥത്തിലൊരു ഭാരം അല്ലെങ്കിൽ വിശ്വാസ്യത ലഭിക്കുന്നത്. ഇവിടെ ഈ സ്രോതസ് കോഗ്നിറ്റീവ് ഡിസോണൻസ് അഥവാ വൈജ്ഞാനിക പൊരുത്തക്കേട് എന്ന ആശയത്തെയാണ് നേരിടുന്നത്. അതൊന്ന് വിശദമാക്കാമോ? നമ്മൾ കേൾക്കുന്നവർക്ക് എളുപ്പം മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കാർ സെയിൽസ്മാനെയാണ്. കാർ സെയിൽസ്മാൻ എന്താ ചെയ്യുന്നതെന്ന് പറയൂ. അയാളൊരു പ്രത്യേക ബ്രാൻഡ് കാർ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങളെ വളരെ മനോഹരമായി സംസാരിച്ചു വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ആ ഷോറൂമിൽ നിന്ന് ജോലി കഴിഞ്ഞ് അയാൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് തീർത്തും മറ്റൊരു കമ്പനിയുടെ കാറിലാണ് എന്ന് നിങ്ങൾ കാണുന്നു. അവിടെ അയാളുടെ വാക്കുകൾക്ക് എന്തു വിലയാണുള്ളത്?
ആ ഉദാഹരണം നല്ലതാണ്. പക്ഷെ ഞാൻ അതിനെ കുറച്ചുകൂടി ഗൗരവമുള്ള മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുള്ള ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ മാനേജറെ സങ്കൽപ്പിക്കുക. അദ്ദേഹം മീറ്റിംഗുകളിൽ വന്ന് ടീം വർക്കിനെക്കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചും കമ്പനിക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടതിനെക്കുറിച്ചും അതിമനോഹരമായി സംസാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണിത്. അതെ. പക്ഷേ കൃത്യം 5 മണിക്ക് അദ്ദേഹം ജോലി നിർത്തി വീട്ടിൽ പോകുകയും ബാക്കിയുള്ള ജീവനക്കാർ രാത്രി വൈകുവോളം അവിടെ ഇരുന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? കാരണം ആ മാനേജറുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ആ വലിയ വിടവ് നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാകുന്നു. ഇവിടെയാണ് സ്രോതസ്സു പറയുന്ന ആ സൽക്കർമ്മങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അപ്പോ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടയിലുള്ള ആ വിടവ് ഇല്ലാതാകണം. അതെ. വാക്കുകൾ കേവലം വായുവിലൂടെ കടന്നുപോകുന്ന ശബ്ദതരംഗങ്ങൾ മാത്രമാണ്. അതിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്, ആ വാക്കുകൾക്ക് ജീവൻ നൽകുന്നത് പുറകിലുള്ള ആ വ്യക്തിയുടെ പ്രവൃത്തികളാണ്. വളരെ ശരിയാണ്. മറ്റുള്ളവരോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകളുടെ ജീവിക്കുന്ന തെളിവായി മാറുന്നു. അത് വളരെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം സംസാരിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു ഊർജവും അതിനാവശ്യമില്ല. എന്നാൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് ത്യാഗം ആവശ്യമുള്ള കാര്യമാണ്. തീർച്ചയായും കഠിനമായ കാര്യമാണ്. അപ്പോൾ ഈ സ്രോതസ്സ് പറയുന്നത്, നിങ്ങളുടെ സംസാരം മികച്ചതാകണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ ആ സംസാരത്തിന്റെ തെളിവായി മാറണമെന്നാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ആ സമന്വയം. അതെ. നിങ്ങൾ വെറുമൊരു പ്രഭാഷകനാകരുത്, മറിച്ച് ഒരു മാതൃകയാകണമെന്നാണ് ഈ ഭാഗം ആവശ്യപ്പെടുന്നത്. ആദർശങ്ങളിലേക്ക് ക്ഷണിക്കുകയും അത് സ്വയം ജീവിച്ചു കാണിക്കുകയും ചെയ്യുക. ശരി. അപ്പോൾ ഞാൻ പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ എന്ന് തീരുമാനിച്ചു. ഞാൻ വലിയ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അത് കൃത്യമായി എന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു മികച്ച നേതാവായി, അല്ലേ? അങ്ങനെ തോന്നാം. ഇതിലും മികച്ചൊരു ആശയവിനിമയം വേറെയില്ലല്ലോ. അവിടെ ഈ വാക്യം പൂർണ്ണമായില്ലേ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങളിപ്പോൾ പറഞ്ഞ ആ അവസ്ഥയിൽ എത്തിയാൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. എന്താണത്? നിങ്ങൾ ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതിനനുസരിച്ച് വളരെ കൃത്യമായി ജീവിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ എന്ത് തോന്നിത്തുടങ്ങും? എനിക്ക് തോന്നും ഞാൻ വളരെ പെർഫെക്റ്റാണ് എന്ന്. ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ താഴെയാണെന്നും ഞാൻ അവരെക്കാൾ വളരെ മുകളിലാണെന്നുമുള്ള ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി. അവിടെയാണ് ആ നമ്മൾ നേരത്തെ പറഞ്ഞ സേവിയർ കോംപ്ലക്സ് വീണ്ടും ഒരു പുതിയ രൂപത്തിൽ വരുന്നത്. ഓഹോ, അപ്പോ അഹങ്കാരം വീണ്ടും തലപൊക്കും, അല്ലേ? അതെ. ഞാനാണ് ശരി, ഞാനാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കണം എന്ന വലിയൊരു അഹങ്കാരം ആ വ്യക്തിയിൽ ജനിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് റൈറ്റ്സ്നെസ് ട്രാപ്പ് അഥവാ സദാചാരത്തിന്റെ കെണി എന്നു പറയുന്നത്. സദാചാരത്തിന്റെ കെണി, അതൊരു പുതിയ പദമാണല്ലോ. ഒരു വ്യക്തി തന്റെ സൽക്കർമ്മങ്ങളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണത്. അപ്പോൾ വാക്കുകൾക്കൊപ്പം പ്രവൃത്തികളുണ്ടെങ്കിലും അവിടെ ഒരു ഈഗോ ജനിക്കാൻ സാധ്യതയുണ്ടല്ലേ? ഇതൊരു വലിയ കുരുക്കാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഈ കുരു കഴിക്കുന്നിടത്താണ് ഈ സ്രോതസ്സ് ഒരു യഥാർത്ഥ മാസ്റ്റർപീസ് ആകുന്നത്. ഈ വാക്യത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക. ഉന്നതമായ കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു. അതെ, ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ആ വ്യക്തി സ്വയം വ്യക്തിത്വത്തെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഞാൻ തീർച്ചയായും കീഴ്പ്പെടുന്നവരിൽ പെട്ടവനാണെന്ന് പറയുക. ഞാൻ തീർച്ചയായും കീഴ്പ്പെടുന്നവരിൽ പെട്ടവനാണ് എന്ന് പറയുക. അതെ. ഈ ഒറ്റ വരിയിലൂടെ ആ വ്യക്തി നിൽക്കുന്ന ആ വലിയ പെഡസ്റ്റൽ, ആ സിംഹാസനം പൂർണ്ണമായും തകർക്കപ്പെടുകയാണ്. എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല. എന്തിനാണ് സ്വയം അങ്ങനെ താഴ്ത്തിക്കെട്ടുന്നത്? ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൂടെ? അതൊരു സ്വാഭാവികമായ ചിന്തയാണ്. എന്തിനാണ് ഞാൻ കീഴ്പ്പെടുന്നവരിൽ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? ഇത് സ്വയം താഴ്ത്തിക്കെട്ടലല്ല, മറിച്ച് ആശയവിനിമയത്തിലെ ഏറ്റവും ശക്തമായ ഒരു തന്ത്രമാണ്. റാഡിക്കൽ ഹ്യൂമിലിറ്റി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. റാഡിക്കൽ ഹ്യൂമിലിറ്റി അഥവാ തീവ്രമായ എളിമ. അതെ. നിങ്ങളൊരു നേതാവായി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനാണ് നേതാവ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന ഭാവമാണ് നിങ്ങൾക്കെങ്കിൽ കേൾക്കുന്നവരിൽ സ്വാഭാവികമായും ഒരു പ്രതിരോധമുണ്ടാകും.
അതായത് ഒരു റെസിസ്റ്റൻസ്. അതെ, ആരും അത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. എന്നാൽ ഇതാ നമ്മൾക്കു മുന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ആ ലക്ഷ്യത്തിനു മുന്നിൽ കീഴടങ്ങുന്ന, അതിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഞാനും എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓ, അപ്പോൾ അവിടെ പ്രഭാഷകനും ശ്രോതാവും തമ്മിലുള്ള ആ അന്തരം, ആ ഹൈറാർക്കി ഇല്ലാതാകുന്നു. കൃത്യമായി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ആളല്ല, മറിച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണെന്നൊരു തോന്നൽ കേൾവിക്കാരനിൽ ഉണ്ടാകുന്നു. തീർച്ചയായും. ഒരു ടൂർ ഗൈഡിനെയും സഹയാത്രികനെയും പോലെ ചിന്തിക്കുക. ഒരു ടൂർ ഗൈഡ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. അയാൾക്ക് താൻ എല്ലാം അറിയുന്നവനാണെന്ന ഭാവമുണ്ട്. അതെ, ഗൈഡുകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. എന്നാൽ ഒരു സഹയാത്രികൻ ഒരു വലിയ മലനിര കാണുമ്പോൾ പറയുന്നത്, നോക്കൂ, എത്ര വലിയ അത്ഭുതമാണിത്, ഞാനും നിങ്ങളെപ്പോലെ ഇത് കണ്ട് വിസ്മയിക്കുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് എന്നാണ്. അതൊരു മനോഹരമായ ഉപമയാണ്. ഇവിടെ ഈ വാക്യം ആവശ്യപ്പെടുന്നത് ആ സഹയാത്രികനാകാനാണ്. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾക്കൊരു ആധികാരികത തരുമ്പോഴും നിങ്ങളുടെ എളിമ നിങ്ങളെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്നു. അതൊരു ഒന്നാന്തരം ചിന്തയാണ്. അതായത് വെറുമൊരു വാക്കിൽ തുടങ്ങി അത് പ്രവൃത്തിയായി മാറി അവസാനം അത് പൂർണ്ണമായ ഒരു സമർപ്പണത്തിൽ അവസാനിക്കുന്നു. അതെ, വാക്ക്, പ്രവൃത്തി, സമർപ്പണം. ഈ 3 കാര്യങ്ങളും, ഉന്നതമായ ലക്ഷ്യം, അതിനെ സാധൂകരിക്കുന്ന പ്രവൃത്തികൾ, പിന്നെ ഞാൻ ഒന്നുമല്ല എന്ന എളിമ, ഇവ 3ഉം ചേരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ സംസാരം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആശയവിനിമയം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്നതെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യക്തിയെ എങ്ങനെ ഒരു ഉത്തമ മനുഷ്യനാക്കാം എന്നതിന്റെ ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് കൂടിയാണല്ലേ? അതെ, സംസാരമെന്നത് കേവലം അധരങ്ങളിൽ നിന്നല്ല വരേണ്ടത്, അതൊരു വ്യക്തിയുടെ അസ്തിത്വത്തിൽ നിന്ന് തന്നെ വരണം. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ലഭിക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിന്റെ ഉച്ചത്തിൽ നിന്നല്ല. പിന്നെ എന്തിൽ നിന്നാണ്? മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളുടെ സത്യസന്ധതയിൽ നിന്നും, ആ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന ആ എളിമയിൽ നിന്നുമാണ്. ആ എളിമയില്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ സംസാരം വെറുമൊരു പ്രൊപ്പഗാണ്ട മാത്രമായി ചുരുങ്ങിപ്പോകും. ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ദിവ്യമായ ആഹ്വാനത്തിന്റെ ശ്രേഷ്ഠതയെന്നത് സ്റ്റേജിലെ പ്രകടനത്തിലല്ല, അത് വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വാക്കുകളിലും ആ വാക്കുകളെ ജീവിതത്തിൽ പ്രാവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളിലുമാണ്. അതെ, ഒപ്പം മറ്റൊന്നും കൂടിയുണ്ട്. അതെ, അതിനൊപ്പം ഞാനും ഈ യാത്രയിലെ ഒരു സാധാരണക്കാരനാണ്, ഞാൻ സമർപ്പിക്കുന്നവരിൽ ഒരാളാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന ആ ധീരതയിലുമാണ്, സ്വന്തം ഈഗോയെ മാറ്റി നിർത്താനുള്ള ആ ധീരത. തീർച്ചയായും. ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു പുതിയ ചിന്ത കൂടി ഞാൻ വിട്ടുനൽകുന്നു. അധികാരത്തെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പരമ്പരാഗതമായ സങ്കല്പങ്ങളെല്ലാം ഈ വാക്യം തലകീഴായി മറിക്കുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? സാധാരണ നമ്മൾ കരുതുന്നത് അധികാരമെന്നത് മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കുന്നതാണെന്നാണ്. കൂടുതൽ സംസാരിക്കുന്നവരും കൂടുതൽ കമാൻഡ് ചെയ്യുന്നവരുമാണ് ശക്തർ എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അതെ, സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. എന്നാൽ ഈ സ്രോതസ് നമ്മോട് ചോദിക്കുന്ന ആ വലിയ ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ സ്വാധീനം, യഥാർത്ഥത്തിലുള്ള അധികാരം എന്നത് സ്വയം അഹങ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിലാണെങ്കിലോ? അതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളുടെ ഈഗോയെ പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റുള്ളവരോടൊപ്പം താഴെത്തട്ടിൽ നിൽക്കാൻ തയ്യാറാകുന്ന ആ നിമിഷത്തിലാണോ നിങ്ങൾ ഏറ്റവും വലിയ ശക്തി ആർജിക്കുന്നത്? അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം എന്നത് അധികാരത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നതാണോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വലിയൊരു പാരഡോക്സാണത്! ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് പൂർണ്ണമായ കീഴടങ്ങലിലാണെന്നത് ശരിക്കും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആശയവിനിമയങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതികളിലും ഈ മാറ്റം കൊണ്ടുവന്നാൽ അതെത്രത്തോളം ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കുമെന്ന് സങ്കൽപ്പിക്കുക. തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ സമയത്തിനും ഈ ആഴത്തിലുള്ള ചർച്ചയിലെ പങ്കാളിത്തത്തിനും ഒരുപാട് നന്ദി. മറ്റൊരു പുതിയ വിഷയവുമായി, പുതിയ ഉൾക്കാഴ്ചകളുമായി അടുത്ത വിശകലനത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ ചിന്തകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.